ഹലോ, എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 47ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീക്കിൻ്റെ അവസാനത്തെ ദിവസമാണ് ഇന്നെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എല്ലാ തവണയും ചെയ്ത് കൊടുക്കണ പോലെ ഇന്ന് നന്നായിട്ട് ഹെയറിൽ ഓയിലിടും. നന്നായിട്ടെന്ന് വെച്ചാൽ സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും നല്ലോണം ഓയിലിട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഷാമ്പൂ വാഷ് ചെയ്ത് കളയുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പം ഫ്രണ്ട് ഏരിയയിൽ എനിക്ക് എന്തോരം മുടികൾ വന്നിട്ടുണ്ട് എന്ന് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണാൻ പറ്റും. അപ്പോൾ അവിടെയായിട്ട് ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ നിറയെ കുഞ്ഞു കുഞ്ഞു മുടികൾ വന്നിട്ടുണ്ട്. ചില മുടികളൊക്കെ നന്നായിട്ട് നീളം വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മുടി കൊഴിച്ചിൽ അനുഭവിക്കാത്ത ആരും തന്നെ ഇല്ല കേട്ടോ. എല്ലാവരുടെ മുടിയും എന്തായാലും കൊഴിയും. എപ്പോഴും നമ്മുടെ മുടി അങ്ങനെ തന്നെ നമുക്ക് തലയിൽ നിലനിൽക്കില്ല. ചിലപ്പോൾ നമുക്ക് മുടി കൊഴിയും, മുടി നഷ്ടമാകും, ചിലപ്പോൾ നമുക്ക് നല്ലോണം മുടി ഉണ്ടാകും, അങ്ങനെയൊക്കെ വരും. അപ്പം നമ്മൾ ഈ ഒരു പോകുന്ന സമയത്ത്, അതായത് നമ്മുടെ മുടി കൊഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പോയ മുടിയേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു റിസൾട്ട് നമ്മുടെ മുടിയിൽ കാണിക്കും. അപ്പം ഉഡായിപ്പൊക്കെ ആണെന്ന് പറഞ്ഞാലും എൻ്റെ മുടി എന്ന് പറയുന്നത് ഉഡായിപ്പല്ല കേട്ടോ. ഞാൻ ഒരുപാട് മുടി കൊഴിച്ചിലിൽ നിന്നൊക്കെ കരകയറി വന്ന ഒരാളാണ്. അതായത് എപ്പോഴും എനിക്ക് മുടി കൊഴിച്ചിലുള്ള ഒരാളാണ് കേട്ടോ. എപ്പോഴും മുടി കൊഴിച്ചിലുണ്ടാകും. അതുപോലെ തന്നെ മുടിയുടെ ഒരു 90% മുടി, അതായത് എൻ്റെ തലയിൽ ഒരു 90%ഓളം മുടി നഷ്ടമായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതൊക്കെ തിരിച്ച് കൊണ്ടുവരാൻ അതിൻ്റെ ഒരു എത്ര പറയാം, ഒരു 10% എങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻവേർഷൻ മെത്തേഡ് നിങ്ങൾക്ക് ഒരു ദിവസം ഏതെങ്കിലും ഒരു നേരം ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് സമയം കിട്ടുന്ന നേരത്ത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് നമ്മൾ കുറച്ച് സമയം എടുത്ത് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മുടി നന്നായിട്ടൊന്ന് ചെയ്യി കൊടുക്കുന്നത്, അതായത് തല കുനിച്ചിട്ടുകൊണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ കാണിക്കണ പോലെ തന്നെ മുടി നന്നായിട്ട് സ്കാൽപ്പ് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുന്നത് നമ്മുടെ മുടി വളർച്ച, അതായത് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിട്ട് നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മിസ് ചെയ്യാണ്ട് ചലഞ്ച് എടുക്കണ എല്ലാ ആൾക്കാരും എന്തായാലും എല്ലാ ദിവസവും ഇൻവേർഷൻ മെത്തേഡ് ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് സമയം കിട്ടുന്ന നേരത്ത് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇൻവേർഷൻ മെത്തേഡൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീപ്പ് ഓയിലിംഗ് ആണ് കേട്ടോ. അതായത് നല്ലോണം ഇന്ന് ഓയിലിട്ട് കൊടുക്കും. സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും നല്ലോണം ഓയിലിട്ട് കൊടുക്കുന്ന ദിവസമാണ്. ഇതുവരെയുള്ള ദിവസങ്ങളിലൊക്കെ ദിവസങ്ങളിലാണെങ്കിലും ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ദിവസങ്ങളിലാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് ഓയിൽ ചെയ്യണമെന്ന് വെച്ചാൽ വളരെ കുറച്ച് ഓയിലാണ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ നല്ലോണം ഓയിലെടുക്കും. നല്ലോണം സ്കാൽപ്പിലും മുടിയുടെ ലെങ്തിലേക്കും അത് തല കുളിർക്കണ രീതിക്ക് ആ ഒരു മുടിയുടെ ലെങ്ത്തിലേക്ക് നല്ലോണം എത്തണ രീതിക്ക് നല്ലോണം ഓയിലിട്ട് കൊടുക്കും. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തല തണുക്ക എണ്ണയിട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഉണ്ടാകുക. അതായത് നമ്മുടെ തല തണുത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുടി വളർച്ചയ്ക്ക് അത് നന്നായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ തല എപ്പോഴും ചൂട് പിടിച്ചിരിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ശരീരം ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലോണം ചൂടുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ ശരീരവും അതിനനുസരിച്ച് ആ ഒരു ടെമ്പറേച്ചർ കാണിക്കും. ഇപ്പം നമ്മുടെ സ്കാൽപ്പൊക്കെ, നമ്മുടെ തലയൊക്കെ തണുത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളർച്ച, അതായത് ഹെയർ ഫോളൊന്നും ഇല്ലാണ്ടിരിക്കുക, അകാല നരയില്ലാണ്ടിരിക്കുക, അങ്ങനെ ഡാൻഡ്രഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സ്കാൽപ്പിൻ്റെ ആ ഒരു പ്രശ്നം കാരണമാണ്. അതായത് നമ്മുടെ ശരീരം ചൂട് പിടിച്ചിരിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരവും അതുപോലെ തന്നെ തലയ്ക്ക് തണുത്തിരുന്ന് കഴിഞ്ഞാലാണ് നമ്മുടെ മുടി വളർച്ച നന്നായിട്ടുണ്ടാകുള്ളൂ. തണുപ്പുള്ള തലയിലാണ് പെയിൻ ഉണ്ടാവുക. അപ്പോൾ പെയിനുള്ള സമയത്ത് നമ്മൾ പറയും, കുട്ടിക്കാലത്തായിരിക്കും നമുക്ക് നമ്മുടെ തലയിൽ ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടാവുക. ആ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു ഏജായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കാനോ ചിന്തിക്കാനോ ഇല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ തല എപ്പോഴും നല്ല തണുത്തിട്ട് കൂളിംഗ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ
തലയിൽ ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടാകുന്ന ആ ഒരു സമയം. പക്ഷേ പണ്ടത്തെ ജനറേഷനാണെങ്കിൽ നല്ലൊരു സമയമായിരുന്നു കേട്ടോ കുട്ടിക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ടെൻഷൻ പഠിക്കുന്നതിൻ്റെയും അങ്ങനെ പല പല ടെൻഷനുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ കുട്ടികളും അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു തലയ്ക്ക് തണുപ്പുണ്ടായാലാണ് നമ്മുടെ മുടി വളർച്ച, അതായത് മുടി കൊഴിയാണ്ടിരിക്കുള്ളൂ, അങ്ങനെ മുടിയിൽ പ്രശ്നങ്ങളൊന്നും ബാധിക്കാണ്ടിരിക്കുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്ന ഫുഡുകൾ വേണം കഴിക്കാൻ. അങ്ങനെ ഒരു ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ മുടിയെ എന്നും ഇതുപോലെ തന്നെ നിലനിർത്താൻ പറ്റുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ മുടിയിൽ സ്കാൽപ്പിൽ നന്നായിട്ട് എല്ലായിടത്തും ഓയിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓയിൽ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എല്ലാ വീഡിയോസിലും ഞാൻ കാണിക്കാറുണ്ട്. അതായത് ചെറിയൊരു പാത്രത്തിൽ ഓയിൽ എടുക്കുക, നിങ്ങളുടെ ഹെയർ ഓയിൽ ഏതാണോ ആ ഒരു ഹെയർ ഓയിൽ എടുക്കുക. അത്യാവശ്യം നല്ലോണം ഇന്നത്തെ ദിവസം എടുക്കണം കേട്ടോ. എടുത്തിട്ട് നമ്മുടെ കൈകൾ ആ ഒരു കൈവിരലുകൾ രണ്ടും അതിലേക്ക് മുക്കിയിട്ട് നന്നായിട്ട് സ്കാൽപ്പിലേക്ക് ആ ഒരു തലയോട്ടിലേക്ക് നന്നായിട്ട് ഓയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ജസ്റ്റ് ഒരു മസാജും കൂടി ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ദുലേഖയുടെയൊക്കെ ബോട്ടിൽസ് പോലെ നമ്മുടെ ആ ഒരു സ്കാൽപ്പിൽ ആ മുടി വേരുകളിലേക്ക് എണ്ണ എത്തുന്ന രീതിക്ക് ഉള്ള ആ ഒരു ബോട്ടിലുകൾ വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് ഓയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ടും നമുക്ക് എഫക്റ്റീവാണ്. അപ്പോൾ സ്കാൽപ്പിൽ നമുക്ക് ഓയിൽ നല്ലോണം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ്, ഒരു കൂളിംഗ് എഫക്റ്റ് തോന്നും. അപ്പം അത് നമുക്ക് നല്ലതാണ് കേട്ടോ. രാത്രിയിൽ കിടന്നുറങ്ങുന്നതിനും അങ്ങനെ നമ്മുടെ ശരീരം നന്നായിട്ടൊന്ന് തണുത്തിരിക്കാനും ഒക്കെ കൂളാവാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്കാൽപ്പിൽ ഫുള്ളായിട്ടൊന്ന് ഓയിലിട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് നന്നായിട്ട് ഒന്നും കൂടി മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി മുടിയുടെ ലെങ്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ലെങ്തിലേക്ക് അത്യാവശ്യം നല്ലോണം ഓയിലെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മന്ത് തൊട്ട്, അതായത് സെക്കൻഡ് മന്ത് തൊട്ട് നമ്മൾ ഓയിൽ ചെയ്യുമ്പോഴത്തേക്കും എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ചലഞ്ച് എടുക്കുന്ന എല്ലാ ആൾക്കാരും അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ജസ്റ്റ് നിങ്ങൾ കുറച്ച് പാത്രത്തിലൊന്ന് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ആ ഒരു ചൂടാക്കിയ വെള്ളത്തിലേക്ക് ഒരു കുഞ്ഞ് ബൗളിനകത്ത് നമ്മുടെ ഹെയർ ഓയിൽ എടുക്കുക, അത് അതിനകത്തേക്ക് ഒന്ന് മുക്കി വയ്ക്കുക. എന്നിട്ട് ആ ഒരു എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഒരു ചെറു ചൂടോടെ നമുക്ക് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല ചൂടോടെ അല്ല കേട്ടോ, ചെറു ചൂടോടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഓയിലിംഗ് ചെയ്യുന്നതിനേക്കാളും ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഓയിലിങ്ങിൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് നമുക്കതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു സെക്കൻഡ് മന്ത് മുതൽ നിങ്ങൾ ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പം തലേന്ന് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നത്. നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ പറ്റാത്ത ആൾക്കാർ പിറ്റേന്ന് രാവിലെയോ അല്ലെങ്കിൽ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപായിട്ടോ നിങ്ങൾക്ക് ഓയിലിട്ട് കൊടുക്കാം. മുടിയുടെ ലെങ്തിലേക്ക് ആ ഒരു നേരം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ മുടിയുടെ ലെങ്തിലേക്ക് ഫുള്ളായിട്ട് നല്ലോണം ഓയിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 30 മിനിറ്റ്സ് ടു 1 hour വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോൾ ഇന്ന് നല്ലോണം ഷാമ്പൂ ഇട്ടിട്ടാണ് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നത്. ഷാമ്പൂ എന്ന് ഉദ്ദേശിക്കുന്നത് താളിപ്പൊടിയാണ് കേട്ടോ. നാച്ചുറൽ താളിയോ അല്ലെങ്കിൽ ചീവയ്ക്കാപ്പൊടിയോ നിങ്ങളുടെ കയ്യിൽ നാച്ചുറലായിട്ട് എന്ത് ഷാമ്പൂ ഉണ്ടോ അത് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്, അവൈലബിൾ ആയിട്ടില്ലാത്ത ആൾക്കാരാണ് എന്തെങ്കിലും മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുന്നത്. അല്ലാത്തവരെല്ലാവരും എന്തെങ്കിലും നാച്ചുറൽ ഷാമ്പൂസ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ മുൻപ് നാച്ചുറൽ ഷാമ്പു എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കയറി കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ.